അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നിങ്ങളിവിടെ വന്ന സമയത്ത് നമ്മൾ തുടങ്ങി വെച്ച ഒരു കവിത, മഞ്ഞുതുള്ളി, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ മഞ്ഞുതുള്ളി, ആ കവിത നമ്മൾ പാടുകയും അതിൻ്റെ ഒന്നാമത്തെ ഭാഗം, കുറഞ്ഞ ഭാഗങ്ങൾ നാം അർത്ഥം വെക്കുകയും ചെയ്തു. ഇനി നമുക്ക് അവസാനത്തെ ഭാഗം, അതാണ് നമുക്ക് ബാക്കിയുള്ളത്. എല്ലാവരും ശരിക്ക് ഒന്നാമത്തെ ഭാഗം ശരിക്ക് പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതിലെ അർത്ഥങ്ങൾ, കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. കവിത പലവട്ടം നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ച് നോക്കണം, കവിത ചൊല്ലി നോക്കണം. നല്ല പുതിയ പുതിയ രീതികളിൽ നിങ്ങൾ അത് പാടി നോക്കണം. ഓക്കെ. അപ്പം മഞ്ഞുതുള്ളിയെക്കുറിച്ച് കവി പറഞ്ഞത്, മഞ്ഞുതുള്ളി രാവിലെ പകലിൽ വന്ന് പുല്ലുകളിലും അതുപോലെ പൂവുകളിലും പുഷ്പങ്ങളിലും ഒക്കെ വന്നിരുന്നു കൊണ്ട് അതിന് ഭംഗി നൽകുകയാണ്. താഴത്തുള്ള പുല്ലിനും അതുപോലെ പൂവിനൊക്കെ കരുണ കാണിക്കുകയാണ് മഞ്ഞുതുള്ളി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയുന്നത്, മഞ്ഞുതുള്ളിയോട് പറയാണ് കവി, നിങ്ങൾ വരുന്ന സമയത്ത്, ഞങ്ങളൊക്കെ എണീറ്റ് വരുന്ന സമയത്ത് നിങ്ങളെ കാണാൻ സാധിക്കുന്നില്ല മഞ്ഞുതുള്ളികളെ. കാരണം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് എണീക്കുമ്പോഴേക്ക് മഞ്ഞുതുള്ളികളൊക്കെ ഇല്ലാതായി പോവാണ് എന്നൊക്കെയാണ് ഇനി പറയുന്നത്. എന്തിത്ര പെട്ടെന്നു പോകുന്നു ഞങ്ങൾക്കു വന്യങ്ങളാ കൊല്ലെ കൺമിഴികൾ, നിദ്രയിലാണ്ടുപോയി രാവെല്ലാം തന്മൂലമൊത്തില്ല നേരത്തെ വന്നു ചേരാൻ, ആതിഥ്യം നൽകുവാൻ വൈകിയതോർത്തുള്ളിൽ ആധിയുണ്ടേറ്റവും ഇപ്പോഴൂതേ. അപ്പൊ കവി പറയാണ്, എന്തെത്ര പെട്ടെന്ന് പോകുന്നു മഞ്ഞുതുള്ളികളെ, എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പോകുന്നത്? എന്തെത്ര പെട്ടെന്ന് പോകുന്നു, എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് പോകുന്നു? ഞങ്ങൾക്ക് വന്യങ്ങളാക്കൊല്ല കൺമിഴികൾ. കൺമിഴികൾ എന്ന് പറഞ്ഞാൽ കണ്ണ്, കണ്ണ് എന്ന് പറഞ്ഞാൽ കണ്ണ്, മിഴി എന്ന് പറഞ്ഞാലും കണ്ണ്. അപ്പോൾ കൺമിഴി, കണ്ണുകൾ എന്നർത്ഥം. അപ്പോൾ ഞങ്ങൾക്കുള്ള കണ്ണുകളെ വന്യങ്ങളാക്കൊല്ലേ, വന്യങ്ങളാക്കല്ലേ എന്നാണ് പറയുന്നത്. വന്യങ്ങളാക്കരുത്. വന്യം എന്ന് പറഞ്ഞാൽ ഫലമില്ലാത്തത് എന്നർത്ഥം. വന്യങ്ങളാക്കൊല്ലേ. അപ്പോൾ ഞങ്ങളുടെ കണ്ണുകളെയൊന്നും ഫലമില്ലാത്തതാക്കല്ലേ എന്നാണ് പറയുന്നത്. കാഴ്ച നഷ്ടപ്പെടുന്നതാക്കല്ലേ. ഞങ്ങൾ രാവിലെ വരുമ്പോൾ മഞ്ഞുതുള്ളികൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ല, കാഴ്ചയുടെ ഫലം ഉണ്ടാകുന്നില്ല. അങ്ങനെ ഫലമില്ലാത്തത് ആക്കരുതേ ഞങ്ങളുടെ കണ്ണുകൾ എന്ന് മഞ്ഞുതുള്ളികളോട് കവി പറയാണ്. നിദ്രയിലാണ്ടുപോയി രാവെല്ലാം തന്മൂല മൊത്തില്ല നേരത്തെ വന്നു ചേരാൻ. നിദ്രയിലാണ്ടുപോയി രാവെല്ലാം, ഞങ്ങൾ നേരത്തെ എത്താൻ കഴിഞ്ഞില്ല. കാരണം നിദ്രയിലാണ്ടുപോയി, ഞങ്ങൾ ഉറക്കിൽ ആണ്ടുപോയിട്ടുണ്ട്. നിദ്ര എന്ന് പറഞ്ഞാൽ ഉറക്ക്. അപ്പോൾ നിദ്രയിലാണ്ടുപോയി രാവെല്ലാം, രാവ് എന്ന് പറഞ്ഞാൽ രാത്രി, രാത്രിയിൽ മുഴുവൻ ഞങ്ങൾ നിദ്രയിലാണ്ടുപോയി, ഉറക്കിൽ വീണുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്മൂലം, മൂലം എന്ന് പറഞ്ഞാൽ കാരണം, തന്മൂലം എന്ന് പറഞ്ഞാൽ അക്കാരണത്താൽ. അപ്പോൾ തന്മൂലം ഒത്തില്ല, അക്കാരണത്താൽ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഒക്കുക, സാധിക്കുക എന്നർത്ഥം. തന്മൂലം ഒത്തില്ല, അക്കാരണത്താൽ ഞങ്ങൾക്ക് സാധിച്ചില്ല നേരത്തെ വന്നു ചേരാൻ. നേരത്തെ മഞ്ഞുതുള്ളികളോട് പറയാണ്, നിങ്ങളെ കാണാൻ വേണ്ടി നേരത്തെ എത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല, കാരണം ഞങ്ങൾ രാത്രി മുഴുവൻ ഉറക്കിലായിരുന്നു എന്നാണ് പറയുന്നത്.
ആതിഥ്യം നൽകുവാൻ വൈകിയതോർത്തുള്ളി ലാധിയുണ്ടേറ്റവും ഇപ്പോഴൂതോ. അപ്പോൾ മഞ്ഞുതുള്ളി രാവിലെ വരുമ്പോൾ, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ മഞ്ഞുതുള്ളിയെ സ്വീകരിക്കാൻ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ഒരു അതിഥിയെ പോലെയാണ് മഞ്ഞുതുള്ളികളെ കവി വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആകാശത്ത് നിന്ന് വരുന്ന അതിഥിയെ സൽക്കരിക്കാൻ, ആതിഥ്യമരുളാൻ, ആതിഥ്യം എന്നല്ല പറഞ്ഞാൽ അതിഥി സൽക്കാരം, അതിഥിക്ക് നൽകുന്ന സൽക്കാരത്തിനാണ് ആതിഥേയം എന്ന് പറയാം. അപ്പോൾ അതിഥിയായി വരുന്ന നിങ്ങളെ സൽക്കരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല, അതിൽ ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ട് എന്നാണ് പറയുന്നത്. ആതിഥ്യം നൽകുവാൻ, ആതിഥ്യ സൽക്കാരം, അതിഥിക്ക് നൽകുന്ന സൽക്കാരം നൽകുവാൻ വൈകിയതോർത്തുള്ളിൽ, വൈകിയത് ഓർത്ത് ഉള്ളിൽ ആദിയുണ്ട് ഏറ്റവും. അതാണ് ശരിക്ക്. ആതിഥ്യം നൽകുവാൻ വൈകിയത് ഓർത്ത് ഉള്ളിൽ ആദിയുണ്ട് ഏറ്റവും ഇപ്പോഴുതോ. ആതിഥ്യം നൽകുവാൻ, അതിഥിയായ നിങ്ങൾക്ക് ആതിഥ്യം നൽകാൻ, അതിഥി സൽക്കാരം നൽകാൻ വൈകിയതോർത്തിട്ട് ഉള്ളിൽ, ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആദി ഉണ്ട്. ആദി എന്ന് പറഞ്ഞാൽ പേടി എന്നൊക്കെ അർത്ഥം. ആദിയുണ്ട് ഏറ്റവും, നന്നായി ഞങ്ങൾക്ക് പേടിയുണ്ട്. ഇപ്പോഴുതോ, ഈ സമയത്ത്. ഇപ്പോഴുതോ എന്ന് പറഞ്ഞാൽ, പൊഴുത് എന്ന് പറഞ്ഞാൽ ദിവസം അല്ലെങ്കിൽ സമയം എന്നൊക്കെ പറയും. അപ്പോൾ ഇപ്പോഴുതോ എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഞങ്ങൾക്ക് പേടിയുണ്ട് എന്നാണ് പറയുന്നത്. ആഗതർ ഞങ്ങളായി, അർഘ്യങ്ങൾ നിങ്ങളായി, ആതിഥേയങ്ങളായി പുല്ലും പൂവും. ആഗതർ ഞങ്ങളായി, ശരിക്കും അങ്ങനെയാണ്. ആഗതർ ഞങ്ങളായി, അർഘ്യങ്ങൾ നിങ്ങളായി, ആതിഥേയങ്ങളായി പുല്ലും പൂവും. അപ്പോൾ ആഗതർ ഞങ്ങളായി എന്ന ഈ എന്നതും അർഘ്യം എന്നതിൻ്റെ ആയും കൂടി കൂടുമ്പോഴാണ് ഈ അർഘ്യങ്ങൾ എന്നാവുന്നത്. മനസ്സിലായോ? അപ്പോൾ ആഗതർ ഞങ്ങളായി, ആഗതർ എന്ന് പറഞ്ഞാൽ വരുന്ന ആളുകൾ എന്നാണ് അർത്ഥം. ആഗതർ, അപ്പോൾ ഞങ്ങൾ രാവിലെ വരികയാണ്, അപ്പം ഞങ്ങൾ വരുന്ന ആളുകളാണ്. ആഗതർ ഞങ്ങളായി, വരുന്നവർ ഞങ്ങളായിട്ട്. അതുപോലെ അർഘ്യങ്ങൾ നിങ്ങളായി. അർഘ്യം എന്ന് പറഞ്ഞാൽ രാവിലെ പൂജക്കൊക്കെ വരുമ്പോൾ നൽകുന്ന പൂജജലത്തിനാണ് അർഘ്യം എന്ന് പറയുക. അർഘ്യം. അപ്പോൾ അർഘ്യങ്ങൾ നിങ്ങളായി, മഞ്ഞുതുള്ളികളോട് പറയാണ്, നിങ്ങളാണ് രാവിലെ ഞങ്ങൾ പൂജയ്ക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് തരുന്ന പൂജജലങ്ങളാണ് നിങ്ങൾ. അപ്പോൾ അർഘ്യങ്ങൾ നിങ്ങളായി, പൂജജലങ്ങൾ നിങ്ങളായിട്ട്, ആതിഥേയങ്ങളായി പുല്ലും പൂവും. അപ്പോൾ ഞങ്ങൾ വരുന്ന അതിഥികളാണ്, പൂജയ്ക്ക് വരുന്ന ആളുകളാണ്, പൂജയ്ക്ക് നൽകുന്ന പൂജജലങ്ങളാണ് നിങ്ങൾ. അതുപോലെ ഞങ്ങളെ സ്വീകരിക്കുന്ന ആളുകൾ പുല്ലും അതുപോലെ പൂവുകളുമാണ്. ആതിഥേയർ, അതിഥി, ആതിഥേയൻ. അതിഥി എന്ന് പറഞ്ഞാൽ വിരുന്നുകാരൻ. ആതിഥേയൻ എന്ന് പറഞ്ഞാൽ വിരുന്നുകാരെ സ്വീകരിക്കുന്ന ആളുകൾ, വീട്ടിലുള്ള ആളുകൾ. അതാണ് ആതിഥേയർ. അപ്പോൾ ആതിഥേയങ്ങളായി പുല്ലും പൂവും, ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പുല്ലും പൂവും കാത്തിരിക്കുകയാണ്. ആ പുല്ലും പൂവും ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള എന്താണ്? അർഘ്യങ്ങളായിട്ടുള്ള പൂജജലങ്ങളായിട്ടുള്ള നിങ്ങളെയാണ് എന്നർത്ഥം. ഓക്കെ. ആഗതർ ഞങ്ങളായി, വരുന്നവർ ഞങ്ങളായിട്ടും, അർഘ്യങ്ങൾ നിങ്ങളായിട്ടും, പൂജജലങ്ങൾ നിങ്ങളായിട്ടും, അതുപോലെ ആതിഥേയങ്ങളായി പുല്ലും പൂവും. ഞങ്ങളെ സ്വീകരിക്കാനുള്ള ആതിഥേയരായിട്ട് പുല്ലുകളും പൂവുകളുമാണ് ഉള്ളത്. ഓക്കെ. ചൂഴവേ നിങ്ങൾ താൻ സ്വച്ഛമാം മെയ്യോളി 7 നിറങ്ങളിൽ വീശിടുന്നു. അതുപോലെ മഞ്ഞുതുള്ളിയുടെ ഒരു ഭംഗി പറയാണ്, സൗന്ദര്യത്തെ വിശദീകരിക്കുകയാണ്. നിങ്ങളുടെ ശരീരങ്ങളിലൊക്കെ നല്ല പ്രകാശം 7 നിറങ്ങളിൽ കാണുന്നുണ്ട്. 7 നിറങ്ങളിൽ കാണുമെന്ന് പറഞ്ഞാൽ ശരിക്ക് നാം നോക്കുമ്പോൾ മഞ്ഞുതുള്ളി വെള്ള നിറത്തിലാണ് കാണുക.
ആ വെള്ള നിറത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതിൽ 7 നിറങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. ശരിക്ക് മഞ്ഞുതുള്ളിയിലൂടെ നമ്മൾ ഒരു സൂര്യപ്രകാശം അല്ലെങ്കിൽ വന്നു ചേരുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു പ്രകാശം വന്നു ചേരുകയാണെങ്കിൽ നമുക്കതിനുള്ളിൽ 7 നിറങ്ങൾ കാണാൻ സാധിക്കും. വിബ്ജിയർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിബ്ജിയർ മഴവില്ലിലൊക്കെ കാണുന്ന 7 നിറങ്ങൾ, ആ 7 നിറങ്ങൾ കൂടിയിട്ടാണ് വൈറ്റ് ഉണ്ടായത്, വെള്ളയുണ്ടായത്. അപ്പോൾ വെള്ള നിറത്തിലുള്ള മഞ്ഞുതുള്ളികളിൽ 7 നിറങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് കവി പറയുന്നത്. ചൂഴവേ നിങ്ങൾ താൻ സ്വച്ഛമാം മെയ്യൊളി 7 നിറങ്ങളിൽ വീശിടുന്നു. ചൂഴവേ എന്ന് പറഞ്ഞാൽ ചുറ്റും, ചൂഴുക എന്ന് പറഞ്ഞാൽ ചുറ്റുക എന്നർത്ഥം. ചൂഴവേ എന്ന് പറഞ്ഞാൽ ചുറ്റും, ചുറ്റും നിങ്ങൾ തൻ സ്വച്ഛമാം മെയ്യൊളി, നിങ്ങൾ തൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം, നിങ്ങളുടെ സ്വന്തം സ്വച്ഛമാം എന്ന് പറഞ്ഞാൽ സ്വച്ഛം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ എന്നർത്ഥം. അപ്പോൾ സ്വച്ഛമാം ശുദ്ധമായ മെയ്യൊളി, മെയ്യ് എന്ന് പറഞ്ഞാൽ ശരീരം, മെയ്യ് ഒളി എന്ന് പറഞ്ഞാൽ പ്രകാശം. അപ്പോൾ മെയ്യൊളി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രകാശം, ശരീരപ്രകാശം 7 നിറങ്ങളിൽ വീശിടുന്നു. അപ്പോൾ ചുറ്റും, മഞ്ഞുതുള്ളിയോടെ ചുറ്റുമായിട്ട് നിങ്ങളുടെ സ്വച്ഛമാം മെയ്യൊളി, നിങ്ങളുടെ ശുദ്ധമായ ശരീരത്തിൽ നിന്നുള്ള ആ പ്രകാശം 7 നിറങ്ങളായിട്ട് ചുറ്റും വീശുകയാണ് എന്നാണ് അതിൻ്റെ ആശയം. ഓക്കെ. ഈ നറുമുത്തുകളേതൊരു ദേവത വാനിൽ നിന്നിങ്ങനെ വാരിത്തൂകി. ഈ നറുമുത്തുകൾ ഏതൊരു ദേവത വാനിൽ നിന്നിങ്ങനെ വാരിത്തൂകി. ഈ നറുമുത്തുകൾ, നറു എന്ന് പറഞ്ഞാൽ മനോഹരമായ, അപ്പോൾ ഈ മനോഹരമായ മുത്തുകളായിട്ടുള്ള നിങ്ങളെ ഏത് ദേവതയാണ് ആകാശത്തിൽ നിന്ന് ഇങ്ങോട്ട് വാരിത്തൂകിയത്, വാരി വിതറിയത് എന്നാണ്. ഈ നറുമുത്തുകൾ, ഈ മനോഹരമായ മുത്തുകളെ ഏത് ദേവതയാണ് വാനിൽ നിന്ന് ഇങ്ങനെ, വാനിൽ നിന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിന്ന്, വാനം ആകാശം, അപ്പോൾ ആകാശത്തിൽ നിന്ന് ഇങ്ങനെ വാരിത്തൂക്കിയത് ആരാണ്, ഏത് ദേവതയാണ് എന്നാണ് ചോദിക്കുന്നത്. ഈ മഞ്ജുഭൂഷകളേതൊരു വിൺമങ്ക ഭൂമിക്കു പുത്തനായി കോർത്തു ചാർത്തി. ഈ മഞ്ജുഭൂഷകളേതൊരു വിൺമങ്ക, ഈ മഞ്ജു എന്ന് പറഞ്ഞാൽ മനോഹരമായ, സുന്ദരമായ എന്നൊക്കെ അർത്ഥം. ഭൂഷകൾ എന്ന് പറഞ്ഞാൽ അലങ്കാരങ്ങൾ, അലങ്കാരങ്ങൾ. വിൺമങ്ക, വിണ്ണ് എന്ന് പറഞ്ഞാൽ ആകാശം എന്നർത്ഥം, മങ്ക എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നർത്ഥം. വിണ്ണ് ആകാശം, മങ്ക സ്ത്രീ. അപ്പോൾ വിൺമങ്ക എന്ന് പറഞ്ഞാൽ ആകാശ ദേവതക്കാണ് വിൺമങ്ക എന്ന് പറയും. ഓക്കെ. ഈ മഞ്ജുഭൂഷകൾ, ഈ മനോഹരമായ അലങ്കാരത്തെ ഏതൊരു വിൺമങ്ക, ഏത് ആകാശദേവതയാണ് ഭൂമിക്ക് പുത്തനായി കോർത്തു ചാർത്തിയത്. പുത്തൻ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് കോർത്ത് ചാർത്തിയത്, അലങ്കാരങ്ങളെ കോർത്തിട്ട് ഈ ഭൂമിയിലേക്ക്, ഇത്രയും മനോഹരമായ ഈ അലങ്കാരങ്ങളെ ഈ ഭൂമിയിലേക്ക് കോർത്തുകൊണ്ട് ചാർത്തിക്കൊടുത്തത് ഏത് ആകാശദേവതയാണ് എന്നാണ് ചോദിക്കുന്നത്. അത്ഭുതത്തോടുകൂടെ ചോദിക്കുകയാണ്. അവസാനത്തെ വരി, കണ്ണിനാലീ നിധി കാണുവോർക്കെന്തിന്നു കിന്നരാനാഥൻ തൻ ക്ഷുദ്രവിത്തം. കണ്ണിനാലീ നിധി കാണുവോർക്കെന്തിന്നു കിന്നരാനാഥൻ തൻ ക്ഷുദ്രവിത്തം. കണ്ണിനാൽ ഈ നിധി, അതാണ് കണ്ണിനാൽ ഈ നിധി എന്ന് പറഞ്ഞത്. കണ്ണിനാൽ ഈ നിധി കാണോർക്കെന്ത് ഇന്ന് കിന്നരനാഥൻ തൻ ക്ഷുദ്രവിത്തം. കണ്ണിനാൽ ഈ നിധി,
കണ്ണുകൊണ്ട് ഈ കണ്ണിനാൽ കണ്ണുകൊണ്ട് ഈ നിധി, ഈ മഞ്ഞുതുള്ളികളായ ഈ നിധി കാണുവോർക്കെന്തിന്ന്, കാണുവോർക്ക് എന്ന് പറഞ്ഞാൽ കാണുന്നവർക്ക് എന്നർത്ഥം, കാണുന്നവർക്ക് എന്തിനു കിന്നരനാഥൻ ക്ഷുദ്രവിത്രം. കിന്നരനാഥൻ, കിന്നരൻ എന്ന് പറഞ്ഞാൽ, കിന്നരനാഥൻ എന്ന് പറഞ്ഞാൽ കിന്നരന്മാരുടെ നാഥനാണ് കിന്നരനാഥൻ എന്ന് പറയാം. കിന്നരൻ എന്ന് പറഞ്ഞാൽ കിന്നരന്മാർ, കിന്നരന്മാരുടെ നാഥൻ എന്ന് പറഞ്ഞാൽ കുബേരൻ എന്നാ പറയുക, കുബേരൻ. അപ്പോൾ ഈ കുബേരൻ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കേട്ടവരുണ്ടാവും കുബേരനെ കുറിച്ച്. കുബേരൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ് കുബേരൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും വലിയ പൈസക്കാരനാണ് കുബേരൻ. ആ കുബേരൻ്റെ ക്ഷുദ്രവിത്തം, ക്ഷുദ്ര എന്ന് പറഞ്ഞാൽ നീചമായ എന്നർത്ഥം. ക്ഷുദ്ര വിത്തം, നീചമായ, വിത്തം എന്ന് പറഞ്ഞാൽ ധനം, സമ്പത്ത് എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇത്രയും വലിയ മഞ്ഞുതുള്ളിയായിട്ടുള്ള ഈ നിധി കാണുന്നവർക്ക് എന്തിനാണ് കിന്നരന്മാരുടെ നാഥനായ കുബേരൻ്റെ സ്വർഗത്തിലുള്ള നീചമായ ആ പണം എന്തിനാണ്? അതിലും വലിയ നിധിയല്ലേ മഞ്ഞുതുള്ളി എന്നാണ് കവി ചോദിക്കുന്നത്. കണ്ണിനാൽ ഈ നിധി കാണുവോർക്ക്, കണ്ണുകൊണ്ട് നേരിട്ട് ഈ നിധി കാണുന്നവർക്ക് എന്തിനാണ്, എന്തിന് പറഞ്ഞാൽ എന്തിനാണ് കിന്നരനാഥൻ തൻ ക്ഷുദ്രവിത്തം, കിന്നരനാഥനായ കുബേരൻ്റെ, സ്വർഗത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ കുബേരൻ്റെ ക്ഷുദ്രവിത്തം, നീചമായ പൈസ, സമ്പത്ത് എന്തിനാണ്? അതിലും വലുതല്ലേ ഈ മഞ്ഞുതുള്ളി. ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ നീചമായ, വിത്തം എന്ന് പറഞ്ഞാൽ സമ്പത്ത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിലുള്ള എക്സസൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിന് നിങ്ങൾ എഴുതി വരിക. ഒന്നാമതായിട്ട് പാഠാവസാന പ്രവർത്തനങ്ങളിൽ കണ്ടെത്താൻ പറയാമെന്നത്, അതിൽ 5 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തേത് മഞ്ഞുതുള്ളി എങ്ങോട്ട് പോകുന്നു എന്നാണ് കവി പറയുന്നത്, ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം താണവർ തൻ പേരിൽ ഇത്രമേൽ ആർദ്രത, കാണുവാൻ എങ്ങുണ്ട് മഞ്ഞിൽ വേറെ. താണവരോട് കാണിക്കുന്ന ആർദ്രത എന്തെല്ലാമാണ്? ആകാശത്തുള്ള മഞ്ഞുതുള്ളി താഴത്തുള്ള പൂക്കളോടും അതുപോലെ പുല്ലുകളോടും കാണിക്കുന്ന ദയ എന്തൊക്കെയാണെന്ന ചോദ്യം. മൂന്നാമത്തേത് ആതിഥ്യം നൽകാനെത്താൻ വൈകിയത് എന്തുകൊണ്ടാവാം. രാവിലെ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന അതിഥികളായ മഞ്ഞുതുള്ളികൾക്ക് ആതിഥേയത്വം നൽകാൻ വൈകാൻ കാരണം എന്താണ്? നാലാമത്തെ ചോദ്യം മഞ്ഞുതുള്ളിയെ കവി വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയെല്ലാമാണ്. അഞ്ചാമത്തെ ചോദ്യം മഞ്ഞുതുള്ളിയുടെ ശരീരത്തിന് 7 നിറങ്ങൾ നൽകിയത് ആരാണ്? അപ്പോൾ 7 നിറങ്ങൾ നൽകിയത് ദൈവം എന്നൊക്കെ പറയാം. അള്ളാഹു ആണല്ലോ ശരിക്കും മഞ്ഞുതുള്ളിയിൽ 7 നിറങ്ങൾ നൽകിയത്. ഓക്കെ, അതുപോലെ അതിനുശേഷം കണ്ടെത്താം എഴുതാം എന്നൊരു വർക്ക് കാണാം. പുലരി അവിടെ 2 കവിതകളുണ്ട്. ഒന്ന് പുലരിത്തു മഞ്ഞുതുള്ളികൾ പുഞ്ചിരിയിട്ട് പ്രപഞ്ചം, അതുപോലെ സൂര്യാംശു വേരോ വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ. ഇതുപോലെയുള്ള നല്ല കവിതകൾ പാഠഭാഗത്തിൽ നിന്ന് എഴുതാനാണ്. ഇതുപോലെ മഞ്ഞുതുള്ളിയുടെ സൗന്ദര്യം പരാമർശിക്കുന്ന 2 സന്ദർഭങ്ങൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതൂ, അത് എഴുതാം. ഓക്കെ, അതുപോലെ വിശകലനം ചെയ്യുക. മഞ്ഞുതുള്ളികൾ പോകുന്നതോടെ കാഴ്ച നഷ്ടപ്പെടും എന്ന് പറയാൻ കാരണം എന്തായിരിക്കാം? കവിത വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ അവിടെ മഞ്ഞുതുള്ളികൾ പോകുന്നതോടെ കാഴ്ച നഷ്ടപ്പെടാൻ പറഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാനല്ല, സൗന്ദര്യമുള്ള
ഭൂമിയിൽ കാണുന്ന സൗന്ദര്യമുള്ള കാഴ്ച എന്നാണ് അവിടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ആ 3 വർക്കുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ അടുത്ത ക്ലാസ്സിന് നിങ്ങൾ എഴുതി വരാം. പിന്നെ ഇതിൽ സമാന പദങ്ങളുണ്ട്, അത് ഞാൻ ഗ്രൂപ്പിൽ വിടാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.